Hello friends, എല്ലാവർക്കും TechTalksന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എങ്ങനെ നമ്മുടെ ഫോൺ ഉപയോഗിച്ച് മാക്രോ ഫോട്ടോസ് എടുക്കാന്നുള്ളത് ഡിസ്കസ് ചെയ്തു. സോ ഇന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. നമ്മൾ സാധാരണ മൊബൈൽ ഉപയോഗിച്ച് ഫോട്ടോ എഡിറ്റ് ചെയ്യുന്നത് മെയിൻലി രണ്ട് ആപ്ലിക്കേഷൻസ് ഉപയോഗിച്ചിട്ടാണ്. ഒന്ന് സ്നാപ്സീഡ്, രണ്ട് Adobe Lightroom മൊബൈൽ. ഇതിൽ ഏതാണ് ഏറ്റവും നല്ലത് എന്നുള്ള ചോദ്യം നമുക്ക് മുന്നിൽ ഇങ്ങനെ കിടക്കുകയാണ്. സോ അതിൻ്റെ ഉത്തരമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വിത്തൗട്ട് എനി ഫർദർ അഡ്യൂ, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ ആദ്യം തന്നെ നമുക്ക് സ്നാപ്സീഡിലേക്ക് വരാം. സ്നാപ്സീഡിനെ പറ്റി പറയാനാണെങ്കിൽ ഇറ്റ് ഈസ് എ സ്മോൾ ആപ്ലിക്കേഷൻ, ഒരു ഫ്രീ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ആണ്, പക്ഷേ സ്മോൾ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ആണ്. ദ ബ്യൂട്ടി ഓഫ് സ്നാപ്സീഡ് ലൈസ് ഇൻ ഇറ്റ്സ് സിംപ്ലിസിറ്റി. അതായത് സ്നാപ്സീഡിൻ്റെ ബ്യൂട്ടി കിടക്കുന്നത് അതിൻ്റെ സിംപ്ലിസിറ്റിയിലാണ്. ആ സ്നാപ്സീഡ് നമ്മൾ എങ്ങനെ ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാലും അത് വളരെ സിമ്പിളായിട്ടുള്ളൊരു സാധനമാണ്. ആരെ കൊണ്ട് ഇപ്പോൾ എഡിറ്റിങ്ങിനെ പറ്റിയിട്ട് ഒരു ധാരണ ഇല്ലാത്തൊരു മനുഷ്യൻ ആ സാധനം ഡൗൺലോഡ് ചെയ്തിട്ട് ഫോണിൽ നോക്കിക്കഴിഞ്ഞാൽ പോലും ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഇൻ്റർഫേസും കാര്യങ്ങളാണ് സ്നാപ്സീഡിനുള്ളത്. സ്നാപ്സീഡ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഫിൽറ്റേഴ്സും കാര്യങ്ങളൊന്നും ഇല്ല. നമ്മൾ ആദ്യം തന്നെ ആ സ്നാപ്സീഡ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് കുറച്ച് ഫിൽറ്റേഴ്സ് കാണാൻ പറ്റും. ലുക്സ് എന്നാണ് അതിന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ടൂൾസിലോട്ട് പോയി കഴിഞ്ഞാൽ ബഞ്ച് ഓഫ് ടൂൾസ് നമുക്ക് അവൈലബിൾ ആണ്. അതിനകത്ത് നമുക്ക് ട്യൂൺ ഇമേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് നമുക്ക് ബേസിക് ആയിട്ടുള്ള ഫോട്ടോൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ അതിനകത്ത് വരുന്നത് മെയിനായിട്ട് സെലക്റ്റീവ് ടൂൾ ഉണ്ട്, ബ്രഷ് ടൂൾ ഉണ്ട്, അതുപോലെ നമുക്ക് മാസ്ക് ചെയ്യാൻ പറ്റും. മാസ്കിങ് ഒരു ലൈറ്റ് റൂമിന് ഇല്ലാത്ത എന്ന സ്നാപ്സീഡിനകത്ത് അവൈലബിൾ ആയിട്ടുള്ള ഒരു കിഡിലൻ ഫീച്ചറാണ് മാസ്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് പലർക്കും എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് അറിയില്ല. ഒരു ബിഗിനർക്ക് അറിയണമെന്നില്ല, എങ്കിലും ഏതൊരാൾക്കും ഒരു കപ്പിൾ ഓഫ് ടൈംസ് സ്നാപ്സീഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മാസ്കിങ് സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റും. പിന്നെ സാധാരണ ഏതൊരു ഫോട്ടോ എഡിറ്റിംഗ് ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആയിട്ടുള്ള ഫീച്ചേഴ്സ് എല്ലാം സ്നാപ്സീഡിനകത്ത് അവൈലബിൾ ആണ്. ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് സ്നാപ്സീഡ് തന്നെയാണ് ഓവർ ലൈറ്റ് റൂം. അതിനകത്ത് യാതൊരുവിധ തർക്കവും കാര്യങ്ങളൊന്നും ഇല്ല. കാരണം അത്രയും സിമ്പിളായിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ്. ഫ്രീ ആണ്, കംപ്ലീറ്റ്ലി ഫ്രീ ഓഫ് യൂസ് ആണ്, ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഫ്രീ ആയിട്ട് തന്നെ ഡൗൺലോഡ് ചെയ്യാം. നോട്ട് ഈവൻ എ സിംഗിൾ ഫീച്ചർ കോസ്റ്റ് മണി. അതായത് പൈസ നമുക്ക് ഒരു ഫീച്ചറിന് പോലും നമുക്ക് പൈസ കൊടുക്കേണ്ടതില്ല. പിന്നെ സ്നാപ്സീഡിനെ പറ്റി പറയാനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് അതിൻ്റെ ഉള്ളിൽ നമുക്ക് കുറച്ച് ഫിൽറ്റേഴ്സ് കിട്ടുന്നുണ്ട്. ലൈക്ക് പോർട്രേറ്റ്, ഗ്രഞ്ച്, അതുപോലെ റിട്രോലെക്സ്, ഫാൻറ്റസി, അതുപോലെ പിന്നെ വിൻറ്റേജ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഫിൽറ്റേഴ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. അതിനെ പറ്റിയിട്ട് എനിക്ക് അത്ര വലിയൊരു അഭിപ്രായം ഇല്ല, കാരണം അധികം ആൾക്കാർ യൂസ് ചെയ്യും തോന്നുന്നില്ല. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഹീലിംഗ്, അതുപോലെ സെലക്റ്റീവ് എഡിറ്റ്. ഇതൊക്കെ ഫ്രീ ആണ്. ലൈറ്റ് റൂമിന് ഇതിനകത്ത് പ്രീമിയം ഫീച്ചേഴ്സ് ആയിട്ടാണ് നമ്മുടെ ഹീലിംഗ് ഒക്കെ വരുന്നത്. ഹീലിംഗ്, സെലക്റ്റീവ് ടൂളൊക്കെ പ്രീമിയം ഫീച്ചേഴ്സ് ആയിട്ടാണ് വരുന്നത്. സ്നാപ്സീഡിനകത്ത് ഇതൊക്കെ ഫ്രീ ആണ്. ഫ്രീ ആണെന്ന് മാത്രമല്ല, ഭയങ്കര സിമ്പിളാണ്. ഏതൊരാൾക്കും സിമ്പിളായിട്ട് തന്നെ ഫോട്ടോ ഈ ഒരു ടൂൾസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ സ്നാപ്സീഡിനെ പറ്റിയിട്ട് ഒന്നും അധികം പറയാനില്ല. സ്നാപ്സീഡിനെ പറ്റി പറയാൻ അത്രയും സിമ്പിളായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. ഏതൊരാൾക്ക് വേണമെങ്കിലും ഫോട്ടോ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് ഇപ്പോൾ തന്നെ ഒരു ഫോട്ടോ നമ്മുടെ കയ്യിലുണ്ട്, നമുക്ക് വേഗം അതൊന്ന് എഡിറ്റ് ചെയ്യണം, എന്നിട്ട് ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യാനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ലൈറ്റ് റൂം റെക്കമെൻഡ് ചെയ്യില്ല, ഞാൻ സ്നാപ്സീഡേ റെക്കമെൻഡ് ചെയ്യുള്ളൂ. കാരണം ഓൺ ദ ഫ്ലൈ അല്ലെങ്കിൽ ഓൺ ദ ഗോ നമുക്ക് അത്രയും പെട്ടെന്ന് തന്നെ ഫോട്ടോ എഡിറ്റ് ചെയ്തിട്ട് യാതൊരുവിധ എഡിറ്റിംഗ് എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാൾക്കും ഫോട്ടോ എഡിറ്റ് ചെയ്തിട്ട് നമുക്ക് ഇൻസ്റ്റാഗ്രാമിലോ അതുപോലെ ഏതൊരു സോഷ്യൽ മീഡിയയിലോ അപ്ലോഡ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് സ്നാപ്സീഡ്. ഇനി നമുക്ക് ലൈറ്റ് റൂമിനകത്തോട്ട് വരാം. സോ ഇത്ര നേരം നമ്മൾ സ്നാപ്സീഡിനെ പറ്റിയിട്ട് സംസാരിച്ചു. സോ ഇനിയാണ് ഏതാണ് നമ്മുടെ മികച്ച ആപ്ലിക്കേഷൻ എന്നുള്ളത് നമ്മൾ പറയാൻ പോകുന്നത്. പക്ഷേ അതിന് മുന്നേ തന്നെ, അതായത് ലൈറ്റ് റൂം ആണോ സ്നാപ്സീഡ് ആണോ മികച്ചതെന്ന് പറയുന്നതിന് മുന്നേ തന്നെ നമുക്ക് ലൈറ്റ് റൂമിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. സോ ലൈറ്റ് റൂം സ്നാപ്സീഡിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. ലൈറ്റ് റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നാപ്സീഡിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരു വെരി ബേസിക് ഫോട്ടോ എഡിറ്റർ അല്ല. ലൈറ്റ് റൂമിനകത്ത് നമുക്കൊരു ഡെസ്ക്ടോപ്പ് വേർഷൻ വരുന്നുണ്ട്, അതായത് കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വേർഷൻ വരുന്നുണ്ട്. അതിനകത്ത് നമുക്ക് ബേസിക്കായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കളർ കറക്ഷനാണ്. സോ ആ ഒരു ഫീച്ചർ, ആ ഒരു പവർഫുൾ ഫീച്ചർ തന്നെയാണ് നമ്മുടെ ഫോണിലും നമുക്ക് അവൈലബിൾ ആയിരിക്കുന്നത്. അതായത് ഏതൊരു ബേസിക് ഫോട്ടോ എഡിറ്ററിൽ അവൈലബിൾ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ നമ്മുടെ ലൈറ്റ് റൂമിനകത്തുണ്ട്. സോ പറയാനാണെങ്കിൽ ഫോട്ടോൻ്റെ സാച്ചുറേഷൻ, ബ്രൈറ്റ്നെസ്, ലൈറ്റായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതൊരു കാര്യവും അത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഫീച്ചർ നമ്മുടെ ലൈറ്റ് റൂമിനകത്ത് അവൈലബിൾ ആണ്. പക്ഷേ അഡീഷണലി നമുക്ക് കുറച്ചധികം ഫീച്ചേഴ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. ഫോട്ടോനകത്തെ കളേഴ്സ് കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കിഡിലൻ ഫീച്ചേഴ്സ് നമ്മുടെ ലൈറ്റ് റൂമിനകത്ത് നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുന്നുണ്ട്. ഈ ഫീച്ചേഴ്സ് ഒന്നും നമുക്ക് സ്നാപ്സീഡിൽ കിട്ടില്ല. സോ കളർ കറക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ളതാണ് ലൈറ്റ് റൂമിനെ ഏറ്റവും സ്റ്റാൻഡ് ഔട്ട് ചെയ്യിക്കുന്ന ഒരു ഫാക്ടർ. സ്നാപ്സീഡിനകത്ത് തീരെ ഇല്ലാത്തതും ലൈറ്റ് റൂമിനകത്ത് ഉള്ളതുമായിട്ടുള്ള
ബേസിക് ആയിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള ഫാക്ടർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ കളർ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാനുള്ള ടൂൾസാണ്. ലൈക്ക് എക്സാമ്പിൾസ് പറയാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് HSL പാനൽ കിട്ടുന്നുണ്ട്, അതുപോലെ കളർ ഗ്രേഡിംഗ് ടൂൾ കിട്ടുന്നുണ്ട്, സെലക്റ്റീവ് ടൂൾ. ആ സെലക്റ്റീവ് ടൂൾ സ്നാപ്സീഡിനകത്ത് ഉണ്ടെങ്കിൽ പോലും ലൈറ്റ് റൂമിനകത്ത് സെലക്റ്റീവ് ടൂൾ കുറച്ച് ഡിഫറെൻ്റ് ആണ്. 3 ടൈപ്സ് ഓഫ് സെലക്റ്റീവ് ടൂൾ നമുക്ക് ലൈറ്റ് റൂമിനകത്ത് കിട്ടുന്നുണ്ട്. ലൈറ്റ് റൂമിനകത്ത് നമുക്ക് സെലക്റ്റീവ് ടൂൾ വെച്ചിട്ട് ലൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് പ്ലസ് നമുക്ക് കളറും കൂടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അതാണ് നമ്മുടെ ലൈറ്റ് റൂമിൻ്റെ പ്രത്യേകത. പക്ഷേ ലൈറ്റ് റൂമിന് കുറച്ച് ഡിസഡ്വാൻറ്റേജസും കൂടി ഉണ്ട്. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ലൈറ്റ് റൂം നമുക്ക് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ക്ഷമ ആവശ്യമാണ്. സോ നമ്മളിപ്പോൾ ഫസ്റ്റായിട്ട് ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ പോകുന്ന ഒരാൾ നമ്മുടെ പ്ലേ സ്റ്റോറിനകത്ത് ലൈറ്റ് റൂം ഡൗൺലോഡ് ചെയ്തിട്ട് ഒരു ഫോട്ടോ എഡിറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവം കുറച്ച് പണി ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർഫേസും കാര്യങ്ങളൊക്കെ എളുപ്പമാണെങ്കിൽ പോലും അതിനകത്ത് വരുന്ന ടൂൾസ്, അതിൻ്റെ വർക്കിങ്ങും കാര്യങ്ങളും കറക്റ്റായിട്ട് അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഫോട്ടോ ലൈറ്റ് റൂം വെച്ചിട്ട് എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അതിന് ഏറ്റവും വലിയ ഉദാഹരണം ഞാനാണ്. പറയാൻ കാരണം വേറൊന്നുമല്ല, ഞാൻ ഏറ്റവും കൂടുതൽ ഫോട്ടോ എഡിറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈറ്റ് റൂം തന്നെയാണ്. ലൈറ്റ് റൂമാണ് ഞാൻ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ. ഞാൻ ആദ്യമൊക്കെ ലൈറ്റ് റൂം ഉപയോഗിച്ചിട്ട് എഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഫോട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബോറാണ്. എനിക്ക് അതിനെ പറ്റിയിട്ട് ആലോചിക്കുമ്പോൾ എപ്പോഴും ചിരി വരും. ആ ഫോട്ടോസൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിരിക്കുകയാണ്. കാരണം പക്ഷേ ഇപ്പോൾ ഞാൻ ഇമ്പ്രൂവ് ആയി. ഇപ്പോൾ ഞാൻ ലൈറ്റ് റൂമിലെ ഓരോ ടൂൾസും പഠിച്ച് കുറേ ഫോട്ടോ എഡിറ്റ് ചെയ്ത് നമ്മൾ ആ ആപ്ലിക്കേഷനായിട്ട് യൂസ്ഡപ്പ് ആയി. ഇപ്പോൾ എനിക്കറിയാം ലൈറ്റ് റൂമിൽ ഓരോ ടൂൾസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്നൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. സോ ഇനി നമുക്ക് സിമ്പിളായിട്ട് ഫോട്ടോ ലൈറ്റ് റൂം ഉപയോഗിച്ച് എഡിറ്റ് ചെയ്യാം. സോ സ്നാപ്സീഡായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ലൈറ്റ് റൂം കുറച്ചും കൂടെ ടഫാണെന്ന് ഞാൻ പറയൂ. പക്ഷേ ടൂൾസും കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിഡിലിനായിട്ട് എഡിറ്റ് ചെയ്യാൻ ലൈറ്റ് റൂം വെച്ചിട്ട് പറ്റും. കൂടുതലായിട്ടും കളർ കറക്റ്റ് ചെയ്യാൻ നമുക്ക് ലൈറ്റ് റൂം യൂസ് ചെയ്യാവുന്നതാണ്. സ്നാപ്സീഡിനെ കൊണ്ട് നമുക്ക് കളർ കറക്റ്റ് ചെയ്യാൻ അത്ര പറ്റില്ല. അതാണ് ലൈറ്റ് റൂമും സ്നാപ്സീഡും തമ്മിലുള്ള ബേസിക് ആയിട്ടുള്ള ഒരു വ്യത്യാസം. ഇനി നമുക്ക് കൺക്ലൂഡ് ചെയ്ത് പറയാനാണെന്നുണ്ടെങ്കിൽ, അതായത് ഏതാണ് മികച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ യൂസ്, അല്ലെങ്കിൽ ഡിപ്പെൻഡ് അപ്പോൺ ദ യൂസർ. ഇപ്പോൾ പറയാനാണെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് വേഗം തന്നെ ഒരു ഫോട്ടോ പെട്ടെന്ന് ടച്ചപ്പ് ചെയ്തിട്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അപ്ലോഡ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുക സ്നാപ്സീഡാണ്. കാരണം അത് കുറച്ചും കൂടെ സിമ്പിളാണ്. ആരെ കൊണ്ട് വേണമെങ്കിൽ ഫോട്ടോ എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റും. പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് ഒക്കെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ആ ഫോട്ടോൻ്റെ ആംബിയൻസ് മൂഡൊക്കെ ഒന്ന് മാറ്റി നമുക്ക് ഓൺ ദ ഗോ നമുക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ഓൺ ദ അതർ ഹാൻഡ് നമുക്ക് കുറച്ച് ടൈമുണ്ട്. കുറച്ച് പ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ഫോട്ടോ കളർ കറക്റ്റ് ചെയ്യണം, കളർ ഗ്രേഡ് ചെയ്യണം. കുറച്ചും കൂടെ നെക്സ്റ്റ് ലെവലായിട്ട് നമുക്ക് ഫോട്ടോ എഡിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ ലൈറ്റ് റൂമേ റെക്കമെൻഡ് ചെയ്യുള്ളൂ. പക്ഷേ ലൈറ്റ് റൂം നമുക്ക് അങ്ങനെ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയാനുള്ള പോലെ നമുക്ക് അതിനെ പറ്റിയിട്ടൊരു ധാരണ വേണം, കുറച്ച് ക്ഷമ ആവശ്യമാണ്, കുറച്ച് ടൈം ആവശ്യമാണ്. ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈറ്റ് റൂം യൂസ് ചെയ്യാം. പിന്നെ ലൈറ്റ് റൂമിനെ പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ ലൈറ്റ് റൂമിലെ എല്ലാ ഫീച്ചേഴ്സും ഫ്രീ അല്ല. സ്നാപ്സീഡ് ഒരു കംപ്ലീറ്റ്ലി ഫ്രീ ആപ്ലിക്കേഷനാണ്. ആർക്ക് വേണമെങ്കിൽ ഏത് ഫീച്ചർ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ ലൈറ്റ് റൂമിനകത്ത് പ്രീമിയം ഫീച്ചേഴ്സ് വരുന്നുണ്ട്. സോ നമുക്ക് പൈസ കൊടുത്ത് വാങ്ങേണ്ടി വരും. സോ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് റൂമിനെ പറ്റിയിട്ട് ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ടുള്ള നമ്മൾ കംപ്ലീറ്റ് ഒരു സീരീസ് നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട്. എങ്ങനെ ലൈറ്റ് റൂമിൽ ഫോട്ടോ എഡിറ്റ് ചെയ്യാം, ലൈറ്റ് റൂമിൻ്റെ ടൂൾസ്, ഇൻ്റർഫേസ്, എങ്ങനെ ലൈറ്റ് റൂം യൂസ് ചെയ്യാം, ഓരോ ടൂൾസ് എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, ഓരോ ടൂൾസിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ്, ഇതൊക്കെ പറഞ്ഞിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു 10-21 വീഡിയോ അടങ്ങുന്ന ഒരു പ്ലേലിസ്റ്റ് തന്നെ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. സോ നിങ്ങൾക്ക് ലൈറ്റ് റൂമിനെ പറ്റിയിട്ട് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ലൈറ്റ് റൂം ഉപയോഗിച്ചിട്ട് ഫോട്ടോ നല്ല രീതിയിൽ എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ആ ഒരു പ്ലേലിസ്റ്റ് നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുകയാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം, അതുപോലെ തന്നെ വീഡിയോൻ്റെ എൻഡ് സ്ക്രീനിലിടാം. നിങ്ങൾക്ക് പോയിട്ട് കാണാവുന്നതാണ്. കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയാം. അത്യാവശ്യം നല്ല സീരീസാണ്. കുറേ പേര് ഇതിനോടകം തന്നെ കണ്ടിട്ട് നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സോ നിങ്ങളും പോയി കാണാനായിട്ട് ശ്രമിക്കുക. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇൻഫോർമേറ്റീവ് ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ ഇൻഫോർമേറ്റീവായിട്ടും യൂസ്ഫുൾ ആയിട്ടും തോന്നിയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. അത് ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം വേറെ ഒന്നുമല്ല, നമ്മൾ കുറച്ച് നാളായി വീഡിയോ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ട്. സോ ചാനലൊന്ന് ഡൗൺ ആയി കിടക്കുകയാണ്. എല്ലാവർക്കും റെക്കമെൻഡേഷനും നോട്ടിഫിക്കേഷനൊന്നും പോകുന്നില്ല. സോ നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു ഹെൽപ്പായിരിക്കും. അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ഏതാണ്, ലൈറ്റ് റൂം ആണോ സ്നാപ്സീഡ് ആണോ കൂടുതൽ യൂസ്ഫുൾ എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. സോ അത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. അടുത്തൊരു വീഡിയോയിൽ കാണുമായിരിക്കും. ഇറ്റ്സ് മീ വിഷ്ണു സൈനിങ് ഓഫ്. ബൈ.